ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇച്ചിരി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇച്ചിരി ബിസി ആയിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മസ്താനിയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ നൈറ്റ് വന്നിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ചെയ്യണമെന്ന് ഓർത്താൽ കുറച്ച് ബിസി ആയിരുന്നുകൊണ്ട് നമ്മളത് ഇപ്പം ഈ ഒരു ടൈമിൽ നമ്മളത് ആക്കിയെന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് മസ്താനി ഇരുന്ന് ഭയങ്കരമായിട്ട് ബിഗ് ബോസും കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് നല്ലതുപോലെ മെഴുകുന്നുണ്ട്. അപ്പം നമുക്ക് മസ്താനി പറയുന്ന കാര്യങ്ങൾ ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് കേൾക്കാം. എന്നിട്ട് നമുക്ക് വേഗം വരാം. ഞാൻ മസ്താനി AKA അൻവറ സുൽത്താൻ. അപ്പം ആദ്യമേ തന്നെ മസ്താനിയുടെ ഒറിജിനൽ നെയിം ഒക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാണെങ്കിലും നമ്മുടെ മസ്തി വിത്ത് മസ്താനി അങ്ങനെ അല്ലായിരുന്നു. അപ്പം അത് വെറും മസ്താനി ആക്കിയിട്ടുണ്ട്. അതുപോലെ ആദ്യമേ തന്നെ വേറൊരു ചാനലിൽ നിന്നും ഇൻ്റർവ്യൂ കൊടുക്കാതെ സ്വന്തം ചാനലിൽ തന്നെ വന്നിരുന്നിട്ടാണ് പുള്ളിക്കാരി ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. കാരണം വേറൊരു ചാനലിൽ ചെന്നിരുന്ന് മറ്റുള്ളവർക്കിട്ട് കളിയാക്കാനല്ല, മറ്റുള്ളവരുടെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞ് ആകെ മൊത്തവും കിടന്ന് നാറാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി നിന്നിട്ടില്ല. സ്വന്തം ചാനലിൽ തന്നെ വന്നിരുന്ന് നല്ല ഡീസൻ്റ് ആയിട്ട്, അതാകുമ്പം എളുപ്പമുണ്ടല്ലോ, പുള്ളിക്കാരിക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റഡ് കേൾക്കാം. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പിറക്കി മാറ്റി പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം പുള്ളിക്കാരി അങ്ങനെയൊക്കെ എല്ലാം നോക്കി പിറക്കിയാണ് പുള്ളിക്കാരി. എന്നിരുന്നാലും പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂ ഇന്നലെ നൈറ്റാണ് ഇത് ടെലികാസ്റ്റ് ഇന്നലെ അപ്ലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മളിത് കാണുമ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നടക്കും. ഞാനടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. എന്തുകൊണ്ട് അപ്പം അങ്ങനെ ഞാൻ കാര്യം ചോദിക്കട്ടെ, എല്ലാവരും ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും മണ്ടന്മാരാണോ? അല്ല, അതെന്താന്ന് വെച്ചാല് ഞാൻ എടുത്ത മണ്ടത്തരായിരുന്നു. കാരണം ബിഗ് ബോസിൽ നമ്മൾ നോർമലി പോകുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് ഫെയിമും ക്യാഷുമാണ്. ആക്ച്വലി ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പോകണ്ടായിരുന്നു. പിന്നെ എന്തിനു ഞാൻ പോയിന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് നേരം കിട്ട നേരത്തെ ഓരോ ബുദ്ധിമോശം തോന്നുമല്ലോ. നിങ്ങൾക്ക് അത് സത്യമാണ്. മസ്താനി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അല്ലാതെ ഒരു ഫെയിം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പുറത്തേക്ക് ഒത്തിരി ആളുകൾക്ക് അറിയില്ല. പക്ഷേ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇതിലൊക്കെ ഭയങ്കരമായിട്ടും ആളുകളെ ശ്രദ്ധിക്കുക. ഒത്തിരിയേറെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് അത്യാവശ്യം ഒരു ഫെയിം ഉണ്ടായിരുന്നു മസ്താനിക്ക്. അപ്പം അങ്ങനെയുള്ള ഒരാൾ എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനം എന്ന് പറയുന്നതിൽ നമുക്ക് ന്യായമുണ്ട്. കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും ഒരു പരിധി വരെ നാണം കിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഒരു അത്യാവശ്യം പലരും പറയുന്നുണ്ട്, ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ പല ആളുകളോടും ചോദിച്ചാൽ പലരുടെയും ജീവിതം തന്നെ നശിച്ചു പോയി എന്ന് വരെ ആളുകൾ പറയുന്നുണ്ട്. കാരണം ഇവർ പല കാര്യങ്ങളും പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് വെച്ചാൽ ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഒരു ഉള്ളിലാണ് ഇവർ എന്താണ് അവർ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ബിഗ് ബോസ് തീരുമാനിക്കും എന്തൊരു കാര്യം പുറത്തേക്ക് വിടണമെന്നുള്ളത്. അതനുസരിച്ച് എല്ലാവരും അതിൻ്റെ അകത്തേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഇച്ചിരിയും കൂടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇച്ചിരി കൂടെ ഒന്ന് ഫേമസ് ആവണം. അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇച്ചിരിയും കൂടെ ഒരു ഫേമസ്, ഇച്ചിരിയും കൂടെ എൻ്റെ ഒരു സ്റ്റാർ വാല്യൂ ഇച്ചിരിയും കൂടെ കൂടണം. അതുപോലെ ഇച്ചിരിയും കൂടെ ഏർണിങ്സ് പൈസ ഉണ്ടാക്കണം. പക്ഷേ അത്യാവശ്യം നല്ലൊരു പേയ്മെൻ്റ് ആണ് ഈ ബിഗ് ബോസ് കൊടുക്കുന്ന ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇവർ ഈ കൊടുക്കുന്നത് കൂടാതെ ഇവർ ഇഷ്ടംപോലെ എഗ്രിമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടാണ്. സോ ഇവർക്കതിൽ കൂടുതൽ പല കാര്യങ്ങൾക്കും സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതം തന്നെ എഴുതി വെച്ചിട്ടാണ് ഇവരൊക്കെ ഇതിൻ്റെ അകത്തെ പല കാര്യങ്ങൾക്കുമായിട്ട് പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വരുന്ന കാര്യങ്ങൾ ഇവർ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് അതിന്റെ പേരിലൊരു ഗെയിം കളിക്കാനും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പാനി ആസ് എ ഗെയിമർ, ഇപ്പം ഒരാൾ പോകുന്നത് എന്തുകൊണ്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ലതാണ്. ആസ് എ ഗെയിമർ അപ്പാനി ഒരു പെർഫെക്റ്റ് ഗെയിമറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കാര്യം. രണ്ടാമത് ഈ അപ്പാനി പോകുന്നെങ്കിൽ നമുക്ക് ആ ഒരു തിരുവോണ സമയത്താണല്ലോ അപ്പാനി പോകുന്നത്. അപ്പം തിരുവോണത്തിന്റെ തലേ ദിവസം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവും. വെസൽ ക്ലീനിങ്, ഞാനാണ് വെസൽ ക്ലീനിങ് ക്യാപ്റ്റൻ. അപ്പൊ നോർമലി അവിടെ അവര് എങ്ങനെയാന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ആയി ഒരുപാട് നേരം കഴിഞ്ഞിട്ട് പാത്രം കഴുകുക, ഫുഡ് കഴിക്കുക, അങ്ങനെ തോന്നിയതുപോലെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അതേപോലെ റൂള് ഫോളോ ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കിച്ചൺ ടേബിൾ എനിക്ക് തോന്നുന്നു ഒന്നിയിലൊക്കെ ആയിരുന്നു. അവർ എന്തോ ഒരു ഡിഷ് ഉണ്ടാക്കി, ആ ഡിഷ് കൊളായി.
എന്നിട്ട് അവർ വീണ്ടും ഡിഷ് ഉണ്ടാക്കി. അപ്പോഴേക്കും ലൈറ്റ് ഓഫ് ആയി. ഞാൻ അങ്ങനെ വളരെ കുറച്ചായിരിക്കും എന്നെ നൈറ്റിലെ ലൈവിലൊക്കെ കാണാം. ഞാൻ അങ്ങനെ ഒരുപാട് ഇവരിയ്ക്കുന്ന പോലെ അധികം ഇരിക്കാറില്ല. ഞാൻ മാക്സിമം കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പം ഓൾറെഡി അന്ന് വെസൽസ് കുറെ ഉണ്ട് കഴുകാൻ. ഞാനും പിന്നെയായിരുന്നു. അപ്പാനിയുടെ കേസ് വിട്, അപ്പാനിയുടെ കേസിൽ അപ്പാനി ഔട്ടായി പോകണം. പക്ഷെ ഇത് കാണിച്ചതൊന്നും നമ്മൾ വലിയ മോശമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ അപ്പാനിയുടെ കേസിൽ വന്നപ്പം അപ്പാനി എന്ന് ഔട്ടായപ്പം ഇത് പറയുമ്പം എല്ലാവരും പറഞ്ഞൊരു കണ്ട് കർമ്മ. കാരണം അപ്പാനി പുലിക്കളി വെച്ചുകൊണ്ട് അപ്പാനി ഇറങ്ങിപ്പോയി, മസ്താനി ഇറങ്ങി വന്നപ്പം അതേ പുലികളി അവിടെ കിടന്ന് എല്ലാവരും കൂടെ കളിച്ചു. കാരണം മസ്താനി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളുടെ ഒരു ചെറിയൊരു ആഫ്റ്റർ എഫക്റ്റ് അവർ തിരിച്ചു തന്നു. അത്രേ ഉള്ളൂ സംഭവം. അതുപോലെ അങ്ങനെ ഒരു കാര്യം അത് വെച്ചാൽ അതൊരു നെഗറ്റീവായിട്ട് തോന്നേണ്ട ഒരു കാര്യമില്ല. കാരണം അതൊരു ഗെയിം ഷോ ആണ്. ഒരാൾ പോയി കഴിഞ്ഞാൽ അവർക്ക് മുമ്പിലേക്ക് ഗെയിം വരുമ്പം മുമ്പിലേക്ക് ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നാലല്ലേ ഗെയിമിലേക്ക്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഗെയിം കളിക്കുവാണെങ്കിലും ആ ഗെയിമിൻ്റെ അകത്ത് ആൾ കുറഞ്ഞ് വരുമ്പോഴല്ലേ അതിൻ്റെ അകത്ത് ഫസ്റ്റും സെക്കൻഡും നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതായത് ആൾക്കാരെല്ലാവരും കൂടെ അതിനകത്ത് ഒരുമിച്ച് അവസാനം വരുന്നത് കഴിഞ്ഞ് ആർക്കും കൊണ്ട സമ്മാനം കൊടുക്കും, അത് പറ്റില്ല. സോ ഓൾറെഡി ഓരോരുത്തർ എവിക്റ്റ് ആയിട്ട് പോകണം, ഓരോരുത്തർ പുറത്തേക്ക് പോകണം. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് നമുക്ക് നെഗറ്റീവ് പറയാനോ കുറ്റം പറയാനോ ഒന്നും ഞാനല്ല. അപ്പം അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ല. പക്ഷെ വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആക്ച്വലി എപ്പിസോഡിൽ വന്നില്ല, ലൈവില് വന്നില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. എനിക്കറിയില്ല. ആ ഒരു സമയത്ത് അപ്പാനിയും ഭയങ്കരമായിട്ട് നമ്മൾ ആ ഡൈനിങ് ഏരിയയിലേക്ക് ഞാൻ പോയി. അപ്പൊ ഞാനും പറയുന്നുണ്ട് അപ്പാനി കളിയൊക്കെ അങ്ങ് അങ്കമാലി കാണിച്ചാൽ മതി, ഇവിടെ കാണിക്കേണ്ടതെന്ന് ഞാനും പറയുന്നുണ്ട്. എന്നിട്ടാണ് അപ്പാനി കസേരയിൽ എണീറ്റിട്ട് എൻ്റെ അടുത്തേക്ക് എന്തോ ഈ വാക്ക് തർക്കത്തിന്റെ ഇടയിൽ വന്നിട്ട് ഒരു തെറി വിളിച്ചു. അതെനിക്ക് നമ്മൾ നോർമലി കേൾക്കുന്ന ഒരു സാധനമല്ല, കുറച്ചുകൂടി വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു തെറിയാണ് വിളിച്ചത്. ഒരു സട്ട് ഷെയ്മിങ് പോലത്തെ ഒരു സാധനം. അത് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് നിനക്ക് പുറത്ത് ഗർഭിണിയായ ഭാര്യയില്ലേ, അതിനെ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് പുറത്തു വന്നു. ആ ഒരു നീ പറഞ്ഞ പാട്ട് മാത്രം വെളിയിൽ വന്നു. അതാണ് സത്യം പറയുവാണെങ്കിൽ ഈ ബിഗ് ബോസിൽ മസ്താനി വന്ന് മസ്താനിനെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങ് കീറി ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നും ബിഗ് ബോസിൻ്റെ അകത്ത് നല്ലതുപോലെ ഒരാളുടെ ഒരു ക്യാരക്ടർ ഒരു 90-95% അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ബിഗ് ബോസ് തീരുമാനിക്കും, എന്ത് പുറത്ത് പോകണം, എന്ത് ഉള്ളിൽ പുറത്ത് കാണിക്കണം, എന്ത് അവിടെ നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ പറഞ്ഞാലും നമുക്ക് പറയാം, എന്താ പറയുക, മസ്താനി എനിക്ക് തോന്നുന്നു മസ്താനി അവിടെ നിന്ന് എവിക്റ്റായി പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ മസ്താനിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. അതിൻ്റെ അകത്ത് മസ്താനി ശരിക്കും ഉത്തരം മുട്ടിപ്പോയൊരവസ്ഥയായിരുന്നു. ആ ഇൻ്റർവ്യൂ കണ്ട് എല്ലാവർക്കും അറിയും, അത്രയ്ക്കും ഹൈലൈറ്റ് ആയിട്ട് പോയി. എനിക്കൊന്ന് മസ്താനി അകത്ത് കാണിച്ചതിനേക്കാൾ കൂടുതലായിട്ട് മസ്താനിയുടെ ആ ഇൻ്റർവ്യൂ ആയിരുന്നു ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഒത്തിരിയായിട്ട് ഹൈലൈറ്റ് ചെയ്യും. കാരണം അതുപോലെ ആ ഇൻ്റർവ്യൂ അവർ ഉത്തരം മുട്ടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കണ്ടന്റ് ക്ഷാമം ഭയങ്കരമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അധികം വലിയ കാര്യമായിട്ടൊന്നും അതിൻ്റെ അകത്തില്ല. നോർമലി നമ്മുടെ ബിഗ് ബോസ് ഒരു ഹാഫ് ദ വേ ഒരു 50 ഒക്കെ ആകുമ്പോഴത്തേനും ഒത്തിരിയേറെ കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാനും ഒക്കെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല. കഴിഞ്ഞ സീസണുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിപ്പോൾ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ പോലും അനുസരിക്കാത്ത കുറേ കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്തുള്ളത്. അവിടെ സത്യം പറഞ്ഞാൽ ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ ബിന്നി എനിക്ക് കറി ഒഴിച്ച് തരില്ല. ആകെ അവിടെ ഒരു സ്പൂണിന്റെ ഇത്രയും ഭാഗത്തിലുള്ള കറിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ പകുതിയായിരിക്കും എനിക്ക് തരുന്നത്. എന്റെ ഉമ്മി ആ ലൈവ് കണ്ടിട്ട് എന്റെ ഉമ്മി കരഞ്ഞിട്ടുണ്ട്. ആണോ? സത്യം. എന്റെ ഉമ്മി അവിടെ ഇരുന്ന് കരയായിരുന്നു. കാരണം അത് മാത്രം ഇവർ ശരിക്കും ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് കറി ചോദിക്കുമ്പോൾ ഇവള് തരാതെ തിരിഞ്ഞു പോകുന്നതും ഒക്കെ അതൊക്കെ കാണിച്ചു. അത് പലപ്പോഴും സംഭവിക്കാം. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ശരത് അപ്പാനി ഇതുപോലൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഫുഡ് ഇല്ലാത്ത ദിവസം ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോൾ ഫുഡിൻ്റെ റേഷനൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്ന സമയമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം സത്യമാണ്. കാരണം ഇതെല്ലാം ഈ എഗ്രിമെൻറ്റിലുണ്ട്. കാരണം ഈ രീതിക്കിനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ബിഗ് ബോസിലേക്ക് പോകുന്നത്. കാരണം ഈ രീതിയിലെല്ലാം ഉള്ള ഇഷ്യൂസും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് വരും. അപ്പോൾ ആൾ കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ സാധനങ്ങൾ ഫുള്ളായിട്ട് അവർക്ക് കിട്ടും. അങ്ങനെ എന്തോ സെറ്റപ്പൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതുവരെ ഇത് കണ്ടിട്ടുള്ളതിൽ നിന്ന് വെച്ച് മനസ്സിലായിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ഒത്തിരി ബേജാറാവേണ്ട കാര്യമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രോളും കാര്യങ്ങളും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുറച്ച് കാലത്തേനെ കാണും. ഒരു 5-6-7 മാസത്തേന് കുറച്ച് ഹൈപ്പിൽ നിൽക്കും. പിന്നെ ഈ പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ ആരാന്ന് തന്നെ ഒരുമാതിരിപ്പെട്ട ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ആരാന്ന് പോലും ഒരു 90% ആൾക്കാർക്കും അറിയത്തില്ലായിരിക്കും. ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, ഇന്നയാൾ ബിഗ് ബോസിലുണ്ടാച്ച കപ്പടിച്ചവരെ പോലും ഓർമ്മയില്ല. അതിന് കഴിഞ്ഞ സീസണിൽ തന്നെ
എത്ര പേര് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒന്ന് ജിൻഡോയുടെ ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് ജിൻഡോനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ശ്രീധുവിനെയും മറ്റേ അവരെ രണ്ടുപേരെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ശ്രീധു ആൻഡ് ഒരു പേര് ഞാൻ പറഞ്ഞു കേട്ടോ. അവർ രണ്ടുപേരും പിന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഇതൊക്കെ ആയതുകൊണ്ട് അറിയുന്നവർക്കറിയാം, ഇല്ലാത്തവർക്കറിയത്തില്ല. പിന്നെ ഫസ്റ്റൊക്കെ സീസണിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും ആർക്കും അറിയത്തില്ല. അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. കുറച്ചു കാലം വരുന്ന ഒരു 2 സീസണോടെ കഴിഞ്ഞപ്പം ഈ സീസണിൻ്റെ കാര്യമൊക്കെ എല്ലാവരും മറന്നേ പോകും. അതാണ് ശരിക്കും സംഭവിക്കുക. വളരെ ചുരുക്കം വളരെ എണ്ണാവുന്ന ആളുകളെ മാത്രമേ എല്ലാവരും എല്ലാ സീസണിൽ നിന്നും എല്ലാ സീസണും കൂടെ കൂട്ടിയാൽ തന്നെ ഒരു 10 പേരിനുള്ളിൽ വരുന്ന ആളുകളെ മാത്രമേ എല്ലാവരും ഓർത്തിരിപ്പ് കാണുള്ളൂ. വേറെ ആരും ഓർത്തിരിപ്പൊന്നും കാണുന്നില്ല. എല്ലാവരും മറന്നുപോലും പോയിട്ട് കാണും. ഇവരൊക്കെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതെന്ന് പോലും മറന്നു പോയിട്ട് കാണും. പക്ഷേ ഈ ഒരു ഷോർട്ട് പീരീഡിലേക്കൊരു ഫെയിമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ട് അങ്ങ് ഫെയിമായി അത്ര ഇതില്ല. പക്ഷേ ഞാൻ പറയാം, ബിഗ് ബോസിൽ പോയിട്ട് ജീവിതം നശിച്ചു പോയി ഒത്തിരി പേരുണ്ട്. കാരണം ഒത്തിരിയേറെ ആളുകൾ തന്നെ പല ഇൻ്റർവ്യൂസിലും കാര്യങ്ങളിലും ഒക്കെ വന്നിരുന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം ബിഗ് ബോസിൽ പോയി ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയിട്ടുണ്ട് എന്ന് പലരും പല ഇൻ്റർവ്യൂസിലും പറയുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി നിങ്ങൾ തന്നെ പുറത്തിറങ്ങി എന്ന് പറയുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. കാരണം നമ്മളെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഒത്തിരിയേറെ പുറത്തേക്ക് വരാനുള്ള ഒരു വരുത്തിയിട്ട് വേറൊരു ഇമേജ് തന്നിട്ട് പുറത്താക്കിയില്ലേ ഒരാളുടെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജിയാണോ എനിക്ക് തോന്നുന്നുണ്ട് സത്യമായിട്ടും. കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവർ മുസ്താനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നല്ല ഇമേജ് അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ എല്ലാം നശിപ്പിച്ച് കഴിയുന്നത്. നല്ല ഇമേജ് അല്ലേ, എല്ലാം തീർത്തു തരാം. എല്ലാം തീർത്താൽ എനിക്ക് സത്യമായിട്ട് അങ്ങനെ തോന്നുന്നു. ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ എന്നെ അവിടെ നിന്ന് വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ ആ ഒരു ചാനലുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ എൻ്റെ സൈഡ് എനിക്ക് പറയണം, തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. ബിഗ് ബോസിൽ പോയി കരിയർ നശിച്ചവരും ജീവിതം നശിച്ചവരൊക്കെ ഇഷ്ടംപോലെ. കാരണം ഇതിൻ്റെ അകത്തോട്ട് ചെല്ലാൻ ചെയ്യുമ്പം അവർ പോസിറ്റീവ് ഇടണമെന്ന് വിചാരിച്ചാൽ പോസിറ്റീവ് പുറത്തു പോകും, നെഗറ്റീവ് ഇടണമെന്ന് വെച്ചാൽ നെഗറ്റീവ് മാത്രമേ പുറത്ത് പോകുള്ളൂ. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ മിനിഞ്ഞാന്നല്ല ഇന്നലെ തോന്നുന്നു അനീഷിൻ്റെ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു. അനീഷിനെ ആദില അടിക്കുന്ന ഒരു ഇതുണ്ട്, അതായത് ആ ബോട്ടിൽ സംതിങ് ആ ഒരു ഇതിനകത്ത്. പക്ഷെ ആദില അനീഷിനെ അടിക്കുന്ന ഭാഗം അവർ നൈസായിട്ട് കട്ട് ചെയ്തിട്ടാണ് അവർ വിട്ടിരിക്കുന്നത്. ആ ഒരു കാര്യം അതിനകത്ത് കണ്ടിട്ട് പോലുമില്ല. ബട്ട് നേരെ തിരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എപ്പിസോഡിൽ കണ്ട ആളുകൾക്കെല്ലാം മനസ്സിലാകും അതിൻ്റെ അകത്ത് ശരിക്കും ആദിലേനെ വൈറ്റ് വാഷ് ചെയ്താണ് കാണിച്ചത്. ആദിലേനെ ശരിക്കും പോസിറ്റീവായിട്ട് അനീഷ് നേരെ നെഗറ്റീവായിട്ടും ശരിക്കും തലതിരിഞ്ഞ് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നത്. അതുപോലെ എപ്പിസോഡിലാണെങ്കിൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ്. അപ്പോൾ അവർ വെച്ചാൽ അവരെന്ത് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. സോ ആര് പോസിറ്റീവായിട്ട് പോകും ആര് നെഗറ്റീവായിട്ട് പോകും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ സ്വാഭാവികമായിട്ടും ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് കയറുന്നത്. സോ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളതിനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. ബിഗ് ബോസ് ഞങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ല, കണ്ടസ്റ്റൻസിന് സ്ക്രിപ്റ്റ് ഇല്ല. പക്ഷേ ആ ടീമിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്, എങ്ങനെ ഏത് രീതിയിൽ പുറത്തു പോകണം എന്ന്. ഇപ്പൊ ഒരു വ്യക്തിനെ ഏത് രീതിയിൽ പുറത്തേക്ക് വിടണം എന്ന് അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഏത് കോണ്ടന്റ്, ഞാൻ പറയുന്ന ഏത് വേർഡ് പുറത്തു പോകണം എന്ന് വരെ അവർക്ക് വ്യക്തമായ പ്ലാൻ. ശരിക്കും വെറുതെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, കണ്ടസ്റ്റൻസിന് അവിടെ സ്ക്രിപ്റ്റ് ഇല്ല, അത് സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷേ ബിഗ് ബോസിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അവർ തീരുമാനിക്കും എന്ത് കാര്യം പുറത്തേക്ക് പോകണം, അതുപോലെ ആര് പോസിറ്റീവായിട്ട് പുറത്ത് പോകണം, ആരെ നെഗറ്റീവായിട്ട് വിടണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് അവർക്കൊരു ഐഡിയ ഉണ്ട്. എന്നുവെച്ചാൽ ആ ഒരു ഷോയ്ക്ക് ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ, അതായത് ഹിന്ദി ബിഗ് ബോസ് അല്ല കന്നഡ ബിഗ് ബോസ് ഒന്നുമല്ല മലയാളം ബിഗ് ബോസ്, എല്ലാം പല രീതിയാണ്. കാരണം ആളുകൾ അതിനെ സ്വീകരിക്കുന്ന രീതിക്ക് വളരെ ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് ബിഗ് ബോസ് കൂടുതലും കുടുംബ പ്രേക്ഷകർ കാണുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു. പലതും പറയുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി തെറിവിളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പലതും കട്ട് ചെയ്തിട്ടാണ് കയറ്റി വിട്ടുകൊണ്ടിരുന്നത്.
ഇപ്രാവശ്യം സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ വേറൊരു പതിപ്പ് പോലെ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒട്ടും തന്നെ ഒരു അനുസരണം പോലും വെച്ചാൽ ബിഗ് ബോസിനെ പോലും ലാലേട്ടനെ പോലും അനുസരണ ഇല്ലാത്ത ആളുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇത്രയും ദിവസം കണ്ടിട്ട് ഞാൻ ഒത്തിരിയേറെ ആളുകളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. പലർക്കും ഇപ്പോൾ ആ ഒരു ഷോ കാണാൻ തന്നെ താല്പര്യം ഇല്ല. കാരണം വെച്ചാൽ ഒരാൾക്ക് വെച്ചാൽ ലാലേട്ടനെ പോലെ ഒരാൾക്കൊരു റെസ്പെക്റ്റ് കൊടുക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴത്തേനും വെച്ചാൽ അതിനൊക്കെ ഒത്തിരി ഇതുണ്ട്. പിന്നെ പലരുടെയും ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ പലർക്കും ഇപ്പം തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല. അപ്പം അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. പലർക്കും പല കാര്യങ്ങളിൽ യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെയൊക്കെ വീട്ടിൽ ഒത്തിരിയേറെ ആളുകൾ ഈ ബിഗ് ബോസ് കാണുന്നവരുണ്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വീട്ടിലായിരുന്നു. ആ സമയത്ത് നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പലരും പറഞ്ഞു ഇപ്രാവശ്യം കാണാനേ ഒരു സുഖമില്ലോട് നമ്മളൊക്കെ കാഴ്ച നിർത്തി. അപ്പം അങ്ങനെയൊക്കെയുള്ളത് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒത്തിരി എല്ലാവർക്കും ഒരു പൊതുവേ ഒരു എന്താ പറയുക കണ്ടന്റ് ഭയങ്കരമായിട്ട് കുറവുള്ളത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പറഞ്ഞപ്പോഴാണ് അനുമോള് വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്. ആദ്യം പ്രവീണിനെയാണ് വിളിക്കുന്നത്. പ്രവീണാണെങ്കിൽ ആ വഴക്കിന്റെ ഇടയിൽ നിന്ന് വരാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ എന്നെ വന്ന് വിളിച്ചു. എന്നിട്ട് എന്നോട് അനുമോള് ചോദിച്ചു നീ കണ്ടോ? ഞാൻ പറഞ്ഞ എന്താ? അല്ല പുതപ്പിന്റെ ഉള്ളിൽ എന്താ നീ കണ്ടു? നിങ്ങൾ കണ്ടത് ഞാനും കണ്ടിട്ടുണ്ട്. അല്ല ഞാൻ കണ്ടു എന്താ ഞാനെന്ത് ഉമ്മ വെക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ നീ ആ സമയത്ത് വെളിയിലായിരുന്നു. ഞാൻ വെളിയിലായിരുന്നു. നമ്മളെ പോലെ വ്യൂവർ ആ സമയത്ത്. കാരണം ഞാൻ ലൈവും എപ്പിസോഡ്സ് ഒക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വാച്ച് ചെയ്യാറ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അതായത് ആര്യൻ ജിസേൽ ഇഷ്യൂ അത് ഒത്തിരിയേറെ പൊങ്ങി വരാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ മസ്താനിയാണ്. കാരണം പുള്ളിക്കാരി ഒത്തിരിയേറെ കാര്യങ്ങൾ അതായത് പുറത്ത് നടന്ന പല കാര്യങ്ങളും പുള്ളിക്കാരി അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്രാവശ്യം ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് ഡിസ്കസ് ചെയ്യരുത് എന്ന്. അപ്പോൾ ഇതിനകത്ത് തന്നെ പുള്ളിക്കാരി പറഞ്ഞിട്ട് പുള്ളിക്കാരിയോട് പലരും പറഞ്ഞ് കൊടുത്ത ഒത്തിരി ടിപ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ആ ഇൻ്റർവ്യൂവർ ഏഷ്യാനെറ്റിനകത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നല്ലോ. അപ്പോൾ ആ ഇൻ്റർവ്യൂവർ വന്നിട്ട് ഞാൻ മസ്താനിയോട് അകത്ത് കയറുന്ന സമയത്ത് ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഞാൻ പറഞ്ഞു അകത്തേക്ക് കയറ്റി വിട്ടപ്പോഴും ഞാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരി. ആ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് കയറ്റി വിട്ടപ്പോഴും ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അകത്ത് ചെന്നിട്ട് പുറത്ത് നടന്ന കാര്യങ്ങൾ പറയരുത്. കാരണം പുറത്ത് കുറേ ദിവസം അത് വാച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഒരാളാണ്. സോ പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉള്ളിൽ ചെന്ന് പറയരുത് എന്നുള്ള കാര്യം പുള്ളിക്കാരിയുടെ വാൺ ചെയ്തിട്ട് വിട്ടിട്ട് പുള്ളിക്കാരി ജസ്റ്റ് ഓപ്പോസിറ്റാണ് കാണിച്ചത്. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരി അത് ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. അതുപോലെ പിന്നെ ആ ഒരു ഇഷ്യൂവിൽ തന്നെ എനിക്കിഷ്ടപ്പെടുന്നത് ഒരു കാര്യം പറഞ്ഞു ഓക്കെ സമ്മതിച്ചു. പക്ഷേ പുള്ളിക്കാരി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നത് അതൊക്കെ എന്ത് ചീപ്പായിട്ടുള്ള കാര്യം. കാരണം ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇത്രയേറെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അതിൻ്റെ അകത്ത് വന്നിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് പുള്ളിക്കാരിക്ക് അത് പറയാം. ഓക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് പറഞ്ഞു. അനുമോൾ സ്ട്രോങ് ആയിട്ട് നിന്നു. ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ച് ഓക്കെ ഫൈൻ. പക്ഷെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ്. കാരണം മറ്റുള്ള ആളുകൾ അത് കാണുന്നതാണ്. ഓൾറെഡി അത് എയറിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പുള്ളിക്കാരി അകത്ത് കയറിയപ്പോൾ പുള്ളിക്കാരിക്ക് അറിയാം അത് പുറത്തുള്ള ആളുകൾ അത് കാണുന്നുണ്ട്, എല്ലാവർക്കും അതറിയാം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. എന്നിട്ട് ആ ഒരു കാര്യത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് എന്തിൻ്റെ പേരിലായിരുന്നാൽ. അതേപോലെ തന്നെ ഒനീലിന്റെ ഇഷ്യൂ എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല അവര്. അത് ഞാൻ ലാലേട്ടനല്ല കുറ്റം പറയുന്നത്, അതിന്റെ പുറകിലുള്ള ആൾക്കാരെയാണ്. കാരണം അവര് അമ്മസ്ഥാനിയോട് ഇരിക്കൂ എന്ന് പറയുമ്പോഴാണല്ലോ ലാലേട്ടൻ പറയുന്നത് അവിടെ ഇരിക്കൂ. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരിക്കലും ഒരു വ്യക്തിനെ അത്രയും ആക്ഷേപിക്കുന്ന രീതി സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കേട്ടതും കണ്ടതും വെച്ചിട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ആ ഒരു ടീം അവർ പറയുന്ന പോലെ ആ ഒരു ഹോസ്റ്റിന് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വേണം. നിങ്ങൾ ആ എപ്പിസോഡ്സ് കാണണം. 4 ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തു എനിക്ക് എപ്പോഴാണ് ചാൻസ് കിട്ടിയിരിക്കുന്നതെന്ന്. സത്യമായിട്ടും നമ്മൾ അടിച്ചങ്ങ് ഇരുത്തിക്കളയാ. എനിക്ക് മാറിയിട്ടും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് ഓ അവർക്ക് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് അവർ എണീറ്റ് മാറിയത്. അല്ല, ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ചാൻസ് കിട്ടിയിട്ടില്ല. സംസാരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്താണ്. മസ്താനിക്ക് ഒരിക്കലും ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം. ഒനീലിന്റെ കേസ് കെട്ടിൽ മസ്താനി ചെയ്ത ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അതിനോട് അംഗീകരിക്കുകയാണ്. കാരണം ഒരാള് അത് അത്രമാത്രം മോശമായൊരു പ്രവൃത്തിയാണ് അന്ന് അവിടെ നടന്നിട്ടുള്ളതും അത് ഡിസ്ക്രൈബ് ചെയ്താലും അതിനെപ്പറ്റി സംസാരിച്ചതാണെങ്കിലും.
കാരണം ഓൾറെഡി അവിടെ പുള്ളിക്കാരിക്ക് അറിയാം, പുള്ളി ഇങ്ങനെ പോയ വഴിക്കൊന്ന് തട്ടി വീണു, തെന്നി വീണ സമയത്ത് കയറി അറിയാതെ പിടിച്ചു പോയതാണ്. അതാണ് സംഭവം. അത് ഇവിടെ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് മുഴുവനും അറിയാം. സത്യം പറഞ്ഞാൽ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം എപ്പോഴും ചിന്തിക്കണം. കാരണം പുറത്തേക്ക് പോകുന്നൊരു ഔട്ട്പുട്ട് ഉണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ അത് പുറത്തേക്ക് പോകും. അപ്പം അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് അത് കാണുന്ന ആൾക്കാർക്ക് അറിയാം പുള്ളി അറിയാതെ കയറി പിടിച്ചതാണ്. അല്ലാതെ പുള്ളി ഇന്ന് വരെ അവിടെ ആ രീതിയിലൊരു കണ്ടന്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പുള്ളിക്ക് അറിയാതെ പറ്റിപ്പോയ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യത്തെ വളച്ചൊടിച്ചത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയപ്പം അത് ഭയങ്കര മോശമാണ്. അതിനെ നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഞാൻ പറയല്ലോ, അത് ആ ഒരു കേസായിട്ട് കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞ മസ്താനോട് അത്രയും ദേഷ്യം തോന്നിയ ഒരു എപ്പിസോഡിൽ ഏറ്റവും മെയിനായിട്ട് എനിക്ക് മസ്താനിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ പലരെയും ചെന്നിട്ട് എല്ലാവരുടെ ഫാമിലി മാറ്റേഴ്സും പുറത്തുള്ള ഇൻ്റർവ്യൂ അങ്ങനെയുള്ള പല കാര്യങ്ങളും എടുത്തിട്ട് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുക. പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിൽ പറയും. ഇതൊക്കെ മസ്താനിയുടെ ഭയങ്കര നെഗറ്റീവ്സ് ആയിരുന്നു. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ഇരുന്നാലും കുറച്ച് നാളത്തേന് ഇതൊക്കെ ഇങ്ങനെ ട്രോളായിട്ട് പോകും. ഇനി ഒരു 2-3 പേരും കൂടെ ഒക്കെ ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ പയ്യെ ഇതങ്ങ് മറന്ന് അടുത്തൊരു ആളിലേക്ക് പോകും. അതാണ് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്.